പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എക്കണോമിക്സ് ഇൻ എവറിഡേ ലൈഫ് എന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ 3 മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം മീൻസ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു എക്കോണമിയിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂവിനെ എന്ത് പറയുക, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ് റിസൾട്ട് ഓഫ് ആൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എനി കൺട്രി ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് 1 ഇയർ ആൻഡ് ഈസ് വാല്യൂഡ് ഇൻ ടേംസ് ഓഫ് മണി. ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിൻ്റെയും നെറ്റ് റിസൾട്ടാണ് ഇതിൽ വരുന്നത്. ഇത് മണി ടേമിലാണ് പറയാറുള്ളത്. ഓക്കെ, നാഷണൽ ഇൻകം അൺസർട്ടൺ ടേം ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി വിത്ത് നാഷണൽ ഡിവിഡൻഡ്, നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് നാഷണൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇത് പല ആളുകളും വ്യത്യസ്ത ഡെഫിനിഷനുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ അടുത്തത് 2 മാർക്സിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫൈനൽ വാല്യൂ ഓഫ് ആൾ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ ഈസ് കാൾഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എക്കോണമിയിൽ, ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫൈനൽ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫൈനൽ വാല്യൂവിനെ എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. ആസ് എ ബ്രോഡ് മെഷർ ഓഫ് ഓവറാൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ഇറ്റ് ഫംഗ്ഷൻ ആസ് എ കോംപ്രഹെൻസീവ് സ്കോർ കാർഡ് ഓഫ് എ ഗിവൺ കൺട്രീസ് എക്കണോമിക് വെൽത്ത്. എക്കണോമിക് ഹെൽത്ത്, ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഹെൽത്തിൻ്റെ ഒരു സൂചകമാണിത്. ഓക്കെ, GDP ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ 3 മെത്തേഡ് യൂസിങ് എക്സ്പെൻഡിച്ചർ, പ്രൊഡക്ഷൻ ആൻഡ് ഇൻകം. നെക്സ്റ്റ് GNP, ഇറ്റ് ഈസ് ദ ഫൈനൽ വാല്യൂ ഓഫ് ആൾ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി പ്ലസ് ഇൻകം അറൈസ്ഡ് ഇൻ എ കൺട്രി ഫ്രം എബ്രോഡ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫൈനൽ വാല്യൂ, അതിൻ്റെ കൂടെ തന്നെ എബ്രോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ഒരു ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരായിട്ട് മറ്റു രാജ്യത്ത് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. GDP ഈസ് ഈക്വൽ ടു GNP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് പുറത്തുള്ള ആളുകൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും, അതിന് ഒഴിവാക്കും. ഓക്കെ, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് നെറ്റ് ഇൻകം ഓഫ് എ കൺട്രി ഫ്രം അതർ ഫോറിൻ കൺട്രീസ്. ഓക്കെ, GDP ആൻഡ് GNP ബേസിസ് ഓഫ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ്. GNPയും GDPയും മാർക്കറ്റ് പ്രൈസിൽ പറയാറുണ്ട്, അതേപോലെ ഫാക്ടർ കോസ്റ്റിലും പറയാറുണ്ട്. മാർക്കറ്റ് പ്രൈസ് എന്നാൽ ദ ആക്ച്വൽ ട്രാൻസാക്റ്റഡ് പ്രൈസ് ഇൻക്ലൂഡിംഗ് ഇൻഡയറക്റ്റ് ടാക്സസ് സച്ച് ആസ് GST, കസ്റ്റം ഡ്യൂട്ടി. Such tax tend to raise the price of goods and service in the economy. ഇത് ആക്ച്വൽ ട്രാൻസാക്റ്റഡ് പ്രൈസാണ്. അതിൽ ഇൻഡയറക്റ്റ് ടാക്സും GST ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പ്രൈസായിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, ഫാക്ടർ കോസ്റ്റ് ഇറ്റ് ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് ഉൾക്കൊള്ളുന്നത്. ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ്, വേജ്, ലേബറിൻ്റെ വേജ്, റെൻറ്റ് ഫോർ ലാൻഡ്, പ്രോഫിറ്റ് ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, ഇനി പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്, പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് മണി ഏൺഡ് പെർ പേഴ്സൺ ഇൻ എ നാഷൻ ഓർ ജോഗ്രഫിക് റീജിയൻ. ഒരു രാജ്യത്തിലെ ജനങ്ങളിൽ പെർ പേഴ്സണിൽ ഉള്ള ഇൻകത്തെയാണ് പറയുന്നത്. ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ടോട്ടൽ ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷനാണ് എന്ത്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം ഫോർ എ നാഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് കൺട്രി നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. ഇനി 10 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേക്കോ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസി. ചിലപ്പോൾ ഒറ്റക്കായിട്ട് മോണിറ്ററി പോളിസി ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് 10 മാർക്കിന് ചോദിക്കാം. ഫിസിക്കൽ പോളിസി 5 മാർക്കിന് ചോദിക്കാം. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. മോണിറ്ററി പോളിസി റെഫേഴ്സ് ടു ആക്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ടു അച്ചീവ് മാക്രോ എക്കണോമിക് പോളിസി ഒബ്ജക്റ്റീവ്സ് സച്ച് ആസ് പ്രൈസ് സ്റ്റെബിലിറ്റി, ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റേബിൾ ഗ്രോത്ത്. ഒരു എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിനുള്ള സെൻട്രൽ ബാങ്കിൻ്റെ മാക്രോ എക്കണോമിക് പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഫിസിക്കൽ പോളിസി റെഫേഴ്സ് ടു ടാക്സ് ആൻഡ് സ്പെൻഡിങ് പോളിസി ഓഫ് പബ്ലിക് അതോറിറ്റി ലൈക്ക് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് പോളിസിയും പബ്ലിക് അതോറിറ്റി, അതേപോലെ തന്നെ ടാക്സ് പോളിസി, റവന്യൂ പോളിസിയും കൂടി തരുന്നതാണ് എന്ത്, ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ, ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്. ഇനി മോണിറ്ററി പോളിസി റെഫേഴ്സ് ടു യൂസ് of instrument under the control of the central bank to regulate the availability, cost and use of money and credit. ഒരു രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള മണിയെ കൺട്രോൾ ചെയ്യുക, ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുക, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക്
നടപ്പിലാക്കുന്ന എക്കോണമി റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പോളിസിയാണ് എന്ത് പറയുന്നത് മോണിറ്ററി പോളിസി. അതിന് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ്, എക്കോണമിയിൽ എന്ത് ചെയ്യുക എല്ലാവരിലേക്കും ഫുൾ എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, പ്രൈസ് എന്ത് ചെയ്യുക സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക, ഇൻഫ്ലേഷൻ കുറയ്ക്കുക എന്നുള്ളത്, എക്കണോമിക് ഗ്രോത്ത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഒന്നാമത്തെ ഇൻസ്ട്രുമെൻറ്റ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ഈസ് ആൾസോ നോൺ ആസ് discount rate. It is the rate at which RBI lends to commercial bank or discount their bills. If bank rate is increased, then commercial banks also charge higher rate of interest on loan. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് RBI ലെൻഡ് ടു കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യുന്നതിൻ്റെ റേറ്റിനാണ്. RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്നതിൻ്റെ റേറ്റാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചുമത്തും. ഇനി CRR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ് വിച്ച് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു കീപ് വിത്ത് RBI ഇൻ ദ ഫോം ഓഫ് റിസർവ് ഓർ ബാലൻസ്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും എന്ത് ചെയ്യണം RBIയിൽ എന്ത് ചെയ്യണം കുറച്ച് പണം ഡെപ്പോസിറ്റിൻ്റെ കുറച്ച് പെർസെൻറ്റേജ് എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം. അതിനെന്ത് പറയാം ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഹയർ ദ CRR വിത്ത് ദ RBI ലോവർ വിൽ ബി ദ ലിക്വിഡിറ്റി ഇൻ ദ സിസ്റ്റം ആൻഡ് വൈസ് വെർസ. CRR കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബാങ്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യണം RBIയിൽ കീപ്പ് ചെയ്യേണ്ടി വരും. അതെന്ത് ചെയ്യും അവരുടെ ലിക്വിഡിറ്റി പ്രപ്പോർഷൻ കുറയും. ഓക്കെ, ലിക്വിഡിറ്റി പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ പണത്തിലേക്ക് മാറ്റാനുള്ള അവരുടെ ഡെപ്പോസിറ്റിൻ്റെ കൂടുതൽ പെർസെൻറ്റേജ് RBIയിൽ കീപ്പ് ചെയ്താൽ അവർക്ക് ലോൺ കൊടുക്കാനുള്ള പണം അവൈലബിൾ ആകില്ല. ഇനി SLR ഉണ്ട്. ഇറ്റ് മീൻസ് ദ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് ടു ബി കെപ്റ്റ് ബൈ ബാങ്ക് ഇൻ ഫോം ഓഫ് ലിക്വിഡ് അസറ്റ്. ബാങ്കിൽ ലഭിക്കുന്ന എല്ലാ ഡെപ്പോസിറ്റിൻ്റെയും കുറച്ച് പെർസെൻറ്റേജ് എണ്ണം ലിക്വിഡായിട്ട് ബാങ്കിൽ കീപ്പ് ചെയ്യണം. എല്ലാം ലോണായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ റേഷ്യോ എന്താ പറയുക SLR എന്ന് പറയാം. ദിസ് ഇസ് കെപ്റ്റ് ബൈ ബാങ്ക് itself the liquid asset here include government security, treasury bill and other security notified by RBI. ഇനി റിപ്പോ റേറ്റ് is the rate at which RBI lends to commercial bank generally against government security. RBI കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതിൻ്റെ റേറ്റ് റിപ്പോ റേറ്റ് എന്ന് പറയും. റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI borrow money from the commercial bank. RBI കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നതിൻ്റെ റേറ്റിനെ എന്ത് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബാങ്ക് കൺട്രോൾ ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ത്രൂ ദ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക, ആളുകളുടെ കയ്യിലുള്ള പണം സെൻട്രൽ ബാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ കൂടുമ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യും സെക്യൂരിറ്റി എന്ത് ചെയ്യും വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. കൂടുതൽ പണം എക്കോണമിയിൽ ഉണ്ടായി ചുരുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടുന്ന് സെക്യൂരിറ്റി വിൽച്ചിട്ട് എന്ത് ചെയ്യും പണം RBIയിലേക്ക് വരുത്തും. ഇനി എക്കോണമിയിൽ പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും സെക്യൂരിറ്റി അവിടുന്ന് വാങ്ങും. ഓക്കെ, ഫിസിക്കൽ പോളിസി ഇറ്റ് റെഫേഴ്സ് ടു പോളിസി കൺസേണിങ് ദ യൂസ് സ്റ്റേറ്റ് ട്രഷറി ഓർ ദ ഗവൺമെൻറ് ഫിനാൻസ് ടു അച്ചീവ് ദ മാക്രോ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് വരുത്തുന്ന പോളിസിയാണെന്ത് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഗവൺമെൻറ് യൂസ് ഈസ് എക്സ്പെൻഡിച്ചർ റവന്യൂ പ്രോഗ്രാം ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ എഫക്ട് ഓൺ നാഷണൽ ഇൻകം പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. എക്കോണമിയിൽ നാഷണൽ ഇൻകത്തിലും പ്രൊഡക്ഷനിലും എംപ്ലോയ്മെൻറ്റിലും ഡിസൈർ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വരുത്തുന്ന എക്സ്പെൻഡിച്ചർ റവന്യൂ പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഗവൺമെൻറ് ടാക്സ് ചുമത്തുക, ദാറ്റ് ഈസ് ഫിസിക്കൽ പോളിസിയുടെ ഭാഗം. ഗവൺമെൻറ് പുതിയ പാലുണ്ടാക്കുക ഫിസിക്കൽ പോളിസിയുടെ ഒരു ഭാഗമാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ഫിസിക്കൽ പോളിസി ടു അച്ചീവ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എല്ലാവരിലേക്കും ഈക്വലായിട്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്നുള്ളത് അച്ചീവ് ചെയ്യുക. ഇൻക്രീസ് ഇൻ സേവിങ്സ് ഇൻക്രീസ് ചെയ്യുക. ഡിഗ്രി ഓഫ് ഇൻഫ്ലേഷന് അതിൻ്റെ ഡിഗ്രി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ടു അച്ചീവ് എക്കണോമിക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുക. പ്രൈസ് സ്റ്റെബിലിറ്റി. ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഫിസിക്കൽ പോളിസി ഒന്ന് ഡെഫിസിറ്റ് പോളിസി. ഡെഫിസിറ്റ് ഫിനാൻസ് റെഫേഴ്സ് ടു ഫിനാൻസ് ദ ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെക്കാട്ടും കൂടുതലായിട്ട് ചിലവഴിക്കുന്നതിന് എന്ന് പറയാം ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയാം. ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഹിയർ മീൻസ് എക്സസ് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓവർ ഗവൺമെൻറ് ഇൻകത്തിനെക്കാട്ടും കൂടുതൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വരികയാണ്. ഇറ്റ് മീൻസ് ടേക്കിംഗ് ലോൺസ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബൈ ഗവൺമെൻറ് ടു മീറ്റ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്. ഇത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യുക റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. റിസർവ് ബാങ്ക് ലോൺ ബൈ ഇഷ്യൂയിങ് ന്യൂ കറൻസി നോട്ട്. ഓക്കെ, ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചർ മറ്റൊരു പോളിസിയാണ്, മറ്റൊരു ഇൻസ്ട്രുമെൻ്റാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് എന്ത് ചെയ്യുക എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പണം ചിലവഴിക്കുക. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഉണ്ട്, നോൺ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഉണ്ട്. ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ബിൽഡിംഗ് ഉണ്ടാക്കുക, റോഡ് ഉണ്ടാക്കുക, പാലം ഉണ്ടാക്കുക. മറ്റത് നോൺ ഡെവലപ്മെൻറ്റൽ എന്ന് പറയുമ്പോൾ സാലറി കൊടുക്കുക, അതുപോലുള്ള ഡിഫൻസ് ഇതൊക്കെ നോൺ ഡെവലപ്മെൻറ്റാണ്. ഇനി ടാക്സേഷൻ പോളിസി ഉണ്ട്. ടാക്സേഷൻ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രധാന റവന്യൂ മാർഗ്ഗമാണ്. ഇത് ഡയറക്റ്റ് ടാക്സ് ആയിട്ടും ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടും ലഭിക്കും. ഇനി പബ്ലിക് ഡെപ്റ്റ് ഉണ്ട്. ഗവൺമെൻറ് ടു മൊബിലൈസ് റിസോഴ്സ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് റിസോർട്ട് ടു പബ്ലിക് ഡെപ്റ്റ്. എന്ത് ചെയ്യാണ് ഗവൺമെൻറ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് റിസോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കടം എടുക്കുന്നതിന് എന്ത് പറയാം പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയാം.
ഇനി ഇൻഫ്ലേഷൻ. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു ഇൻക്രീസ് ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ എൻ എക്കോണമി. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ലഭ്യം കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടുക. എക്കോണമിയിൽ ജനറൽ പ്രൈസ് ലെവൽ കൂടുന്നതിന് എന്ത് പറയുക? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ 5 കൊല്ലം മുമ്പ് വാങ്ങിയ സാധനത്തിന് ഇന്ന് അതിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ടാവും. ഇൻഫ്ലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് സസ്റ്റൈൻഡ് ഇൻക്രീസ് ദ പ്രൈസ് ലെവൽ ഓർ fall in the value of money. അതിലൂടെ എന്ത് ചെയ്യും? പ്രൈസ് ലെവൽ കൂടുമ്പോൾ പണത്തിൻ്റെ മൂല്യം കുറവും. 5 കൊല്ലം മുമ്പ് 1000-നുള്ള മൂല്യം ഇന്ന് 1000-ന് ഉണ്ടാവില്ല. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഒന്ന്, ഓപ്പൺ ഇൻഫ്ലേഷൻ. ദ റേറ്റ് വേർ കോസ്റ്റ് റൈസ് ഡ്യൂ ടു എക്കണോമിക് ട്രെൻഡ്സ് ഓഫ് സ്പെൻഡിങ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ദ റേറ്റ് വേർ കോസ്റ്റ് റൈസ്, സാധനങ്ങളുടെ ചിലവ് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ഡ്യൂ ടു എക്കണോമിക് ട്രെൻഡ്സ് ഓഫ് സ്പെൻഡിങ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഇനി സപ്രസ്ഡ് ഇൻഫ്ലേഷൻ. എക്സിസ്റ്റിംഗ് ഇൻഫ്ലേഷൻ discussed by government price control or other interference in the economy such as subsidy. Such suppression nevertheless can only temporary because no government measure can completely contain accelerating inflation in long run. It is called repressed inflation. Suppressed inflation are existing inflation that discussed by government price control. Government price control lode existing inflation discuss other interference in the economy such as subsidy കൊടുത്തിട്ട് interference ചെയ്യുക. Galloping inflation, very rapid inflation which is almost impossible ടു റെഡ്യൂസ്. പെട്ടെന്ന് പ്രൈസ് കൂടുക, അതൊരിക്കലും റെഡ്യൂസ് ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇതിനെ ഗലോപ്പിംഗ് എന്ന് പറയുന്നത്. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, സർക്കംസ്റ്റാൻസസ് വേർ ദ ഇൻഫ്ലേഷൻ ഓഫ് നാഷൻ ഇൻക്രീസസ് ഗ്രാജ്വലി ആയിട്ട് എന്ത് ചെയ്യുക? രാജ്യത്തിലെ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതിനെ എന്താ പറയുക? ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. ഹൈപ്പർ ഇൻഫ്ലേഷൻ കോസ്ഡ് മെയിൻലി എക്സസീവ് ഡെഫിസിറ്റ് സ്പെൻഡിങ് ബൈ ഗവൺമെൻറ് കൂടുതലായിട്ട് കടമെടുത്തിട്ട് ചിലവഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എക്കോണമിയിലെ പ്രൈസ് ലെവൽ കൂടുന്നതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഒന്ന്, കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. ഒന്നാമത്തത് ഇൻക്രീസിങ് മണി സപ്ലൈ. ആളുകളുടെ ഇടയിലുള്ള പണത്തിൻ്റെ ലഭ്യത കൂടുമ്പോൾ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും, അതിലൂടെ സാധനങ്ങളുടെ വില കൂടും. ഇൻക്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം, ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കൂടി. ഡെഫിസിറ്റ് ഫിനാൻസിങ്, ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? ലോണൊക്കെ എടുത്തിട്ട് റവന്യൂവിനെ കാട്ടി കൂടുതൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടുന്തോറും ആളുകളുടെ കയ്യിൽ പണം ലഭ്യത കൂടും. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഇനി സപ്ലൈ സൈഡ് എന്ന് പറയുന്നത് റൈസ് ഇൻ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്തത്. റാക്റ്റിക് അഗ്രികൾച്ചർ റാക്റ്റിക് ആയിട്ടുള്ള ലെവൽ. അഗ്രികൾച്ചർ പ്രൈസ് പോളിസി, ഇനാഡിക്കേറ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനുള്ള കാരണം. ഇനി ഇതിൻ്റെ എഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ദേ ആഡ് ഇൻഎഫിഷ്യൻസി ഇൻ ദ മാർക്കറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ കമ്പനീസ് ടു ബഡ്ജറ്റ് ഓർ പ്ലാൻ ലോങ് ടേം. എന്ത് ചെയ്യും? ഇതൊരു ഇനഫിഷ്യൻസി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും? കമ്പനികൾക്ക് അവരുടെ ബഡ്ജറ്റ് പ്ലാനുകൾ ലോങ് ടേമിലേക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കുന്ന പ്ലാൻ അനുസരിച്ചല്ലേ നാളെ അതിൻ്റെ ഓരോ കാര്യങ്ങൾക്കുള്ള വില. അതേപോലെ തന്നെ ഫ്യൂച്ചർ പർച്ചേസിംഗ് പവർ ഓഫ് മണി ഡിസ്കറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്. ഫ്യൂച്ചറിലെ പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്ത് ചെയ്യും? കുറയും. അതെന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും കുറയുന്നതിന് കാരണമാവും. ദർ ക്യാൻ ആൾസോ ബി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ട്രേഡ് ഫ്രം ഇൻക്രീസ്ഡ് ഇൻസ്റ്റെബിലിറ്റി ഇൻ കറൻസി എക്സ്ചേഞ്ച് പ്രൈസ് കോസ്ഡ് ബൈ അൺപ്രഡിക്റ്റബിൾ ഇൻഫ്ലേഷൻ. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ കാരണം രാജ്യത്തിൻ്റെ കറൻസിയിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. അതെന്ത് ചെയ്യും? ട്രേഡിനെ ഇമ്പാക്റ്റ് ചെയ്യും. ഹയർ ഇൻകം ടാക്സ് റേറ്റ്. ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ദ എക്കോണമി ഈസ് ഹയർ ദാൻ ദ റേറ്റ് ഇൻ അതർ കൺട്രി. മറ്റു രാജ്യത്തിനെക്കാട്ടിലും ഇൻഫ്ലേഷൻ റേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദിസ് വിൽ ഇൻക്രീസ് ഇമ്പോർട്ട്. ഇതെന്ത് ചെയ്യും? ഇമ്പോർട്ട് കൂടും. റെഡ്യൂസ് എക്സ്പോർട്ട് റെഡ്യൂസ് ചെയ്യും. അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ പ്രൊഡക്ഷൻ, അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഒബ്സ്റ്റാക്കിൾ ടു ഡെവലപ്മെൻറ്റ്. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിന് മോണിറ്ററി പോളിസിയും ഫിസിക്കൽ മെഷേഴ്സുമാണ് ഉള്ളത്. ഓക്കെ, മോണിറ്ററി പോളിസി, ബാങ്ക് റേറ്റ് പോളിസി, CRR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഫിസിക്കൽ മെഷേഴ്സ്, ടാക്സ് കൂട്ടുക. അപ്പോൾ എന്തെയും? ജനങ്ങളെ കൈവശമുള്ള പണം ഗവൺമെൻറ്റിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ പർച്ചേസിംഗ് പവർ കുറയും, സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് കുറയും. അതിലൂടെ എന്ത് ചെയ്യും? സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുമ്പോൾ സാധനങ്ങളുടെ വില കുറയും. സേവിങ് ഇൻക്രീസ് ചെയ്യുക. സർപ്ലസ് ബഡ്ജറ്റ്. ഇനി അടുത്ത് ബഡ്ജറ്റ്. വാട്ട് ഈസ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് ഇൻ റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ റവന്യൂ എസ്റ്റിമേറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിൽ റവന്യൂ ബഡ്ജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റ് ഉണ്ട്. അത് ചിലപ്പോൾ 2 മാർക്കിന് ഓരോന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ റെസിപ്റ്റ് വിച്ച് ഡു നോട്ട് ഹാവ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ് അസറ്റും ലയബിലിറ്റിയിലും ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മണി ഏൺഡ് ബൈ ദ ഗവൺമെൻറ് ത്രൂ ഗവൺമെൻറ് ടാക്സിലൂടെ ഉണ്ടാക്കുന്ന വരുമാനം. അതേപോലെ നോൺ ടാക്സ് സോഴ്സസ് സച്ച് ആസ് ഡിവിഡൻഡ്, ഇൻകം, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് റെസിപ്റ്റ്. ഓക്കെ,
അടുത്തത് റവന്യൂ എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ് വിച്ച് ഡസ് നോട്ട് ഇമ്പാക്റ്റ് ഓൺ ഈസ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഇമ്പാക്റ്റ് ചെയ്യാതുള്ള ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെയാണെന്ന് പറയുന്നത്. ഇൻക്ലൂഡ് സാലറിയിലേക്ക് കൊടുക്കുക, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, പെൻഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റ്, അതിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്. ക്യാപിറ്റൽ റെസിപ്റ്റ് ഇൻഡിക്കേറ്റ് റെസിപ്റ്റ് വിച്ച് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ അസറ്റ് ഓർ ആൻ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. മണി ഏൺഡ് ബൈ സെല്ലിങ് അസറ്റ് വിൽക്കുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. പബ്ലിക് എൻ്റർപ്രൈസസ് വിൽക്കുക, ഗവൺമെൻറ്റിന് ഒരു സ്ഥാപനമുണ്ട്, അത് വിൽക്കുന്നതിലൂടെയുള്ള പണം, അതിലൂടെ ലഭിക്കുന്ന പണം. മണി റിസീവ്ഡ് ഇൻ ഫോം ഓഫ് ബോറോയിങ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ബോറോയിങ്ങിലൂടെ ലഭിക്കുന്ന പണം അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ലോണിലൂടെ ലഭിക്കുന്നത്. ഓക്കെ. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് അസറ്റ് ഓർ ടു റെഡ്യൂസ് ലാബിലിറ്റി. ഇതെന്താണ്? യൂസ് ടു ക്രിയേറ്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, അതേപോലെ തന്നെ റെഡ്യൂസ് ലാബിലിറ്റി. ഇറ്റ് കൺസിഡേഴ്സ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഗവൺമെൻറ് ഓൺ ക്രിയേറ്റിംഗ് അസറ്റ് സച്ച് ആസ് റോഡ്, ഹോസ്പിറ്റൽ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഗവൺമെൻറ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നെക്സ്റ്റ് ഗവൺമെൻറ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിനെക്കാട്ടിലും കൂടുതൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ടാകുന്നതിനെ എന്ത് പറയുന്നത്? ഗവൺമെൻറ് ഡെഫിസിറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ ബഡ്ജറ്റ് സെറ്റ് ബൈ വിച്ച് ദ ഗവൺമെൻറ് സ്പെൻഡിങ് സർപ്പൈസസ് ദ റവന്യൂ ഏൺഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ഏൺ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഗവൺമെൻറ് ചിലവുണ്ടാകും. ദ ഡെഫിസിറ്റ് പ്രസൻറ്റ് പിക്ചർ ഓഫ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ എക്കോണമി. ടു മിനിമൈസ് ദ ഡെഫിസിറ്റ് ഓർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പെൻസ് ആൻഡ് ഇൻകം, ദ ഗവൺമെൻറ് മേ റെഡ്യൂസ് ഫ്യൂ എക്സ്പെൻഡിച്ചർ, ആൾസോ റൈസ് റവന്യൂ ഇനീഷ്യേറ്റീവ് പെർസ്യൂട്ട്. എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് കുറക്കുന്നതിന് വേണ്ടി, ഡെഫിസിറ്റ് മിനിമൈസ് ചെയ്യുന്നതിന് ഗവൺമെൻറ് ചിലവ് കുറച്ചിട്ട് റവന്യൂ കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റിനെക്കാട്ടി കൂടുതലുള്ള കേസിനെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയാം. ദിസ് ഡെഫിസിറ്റ് ഓൺലി ഇൻകോർപ്പറേറ്റ് കറൻറ്റ് ഇൻകം ആൻഡ് കറൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ. ഇനി അടുത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് ബോറോയിങ് അറ്റ് ഹോം, ബോറോയിങ് ഫ്രം RBI, ബോറോയിങ് ഫ്രം അബ്രോഡ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇസ് ടോട്ടൽ റെസിപ്റ്റ്. ദിസ് എക്സ്ക്ലൂഡ് ബോറോയിങ് എന്ന് പറഞ്ഞാൽ ബോറോയിങ് കൂട്ടാത്ത എന്ത് ചെയ്യാണ് ഗവൺമെൻറ്റിൻ്റെ ചിലവും അതേപോലത്തെ ഗവൺമെൻറ് ടോട്ടൽ റെസിപ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അടുത്തതൊരു 5 മാർക്കിനൊക്കെ പ്രതീക്ഷിച്ചാൽ ഇപ്പോൾ 10ലേക്ക് പോകാം. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എക്കണോമിക്സിലെ 2 പാർട്ടാണ്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മോണിറ്ററി വാല്യൂ ഓഫ് കൺട്രീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കൺട്രിയിലെ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് മൈനസ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ടിൽ കുറക്കുന്നതാണെന്ത് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ടൈപ്സ് എന്ന് പറയുന്നത് ട്രേഡ് സർപ്ലസ് ഉണ്ട്, ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ട്രേഡ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എക്സ്പോർട്ട് എന്തായിരിക്കും ഇമ്പോർട്ടിനെക്കാട്ടിയും കൂടുതലായിരിക്കും. എന്നാൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് എന്തായിരിക്കും എക്സ്പോർട്ടിനെക്കാട്ടി കൂടുതലായിരിക്കും. ബാലൻസ് ഓഫ് ട്രേഡ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് account that record all economic transaction between resident of country and rest of the world over a specific period. ഒരു സ്പെസിഫിക് പീരീഡിൽ രാജ്യത്തിലെ ട്രാൻസാക്ഷന് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഒരു ആളുടെ റെക്കോർഡിനെ എന്ത് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് നോട്ട് ജസ്റ്റ് ഗുഡ്, ഇത് ഗുഡ് മാത്രമല്ല ലൈക്ക് എ BOT ബട്ട് ആൾസോ സർവീസ്, ക്യാപിറ്റൽ ഫ്ലോ, ഫിനാൻഷ്യൽ ട്രാൻസ്ഫേഴ്സ്. ഇതിൽ കറൻറ്റ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടും ഉണ്ട്. 3 അക്കൗണ്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഉള്ളത്. കറൻറ്റ് അക്കൗണ്ടാണ് റെക്കോർഡ് ദ ട്രേഡ് ഓഫ് ഗുഡ്സ്, ട്രേഡ് ഓഫ് സർവീസ്, ഇൻകം റെസിപ്റ്റ് ആൻഡ് കറൻറ്റ് ട്രാൻസ്ഫർ. ഇതെന്ത് ചെയ്യുന്നുണ്ട് ട്രേഡ് ഓഫ് ഗുഡ്സിൻ്റെത്, ട്രേഡ് ഓഫ് സർവീസ്, ഇൻകം റെസിപ്റ്റ്, കറൻറ്റ് ട്രാൻസ്ഫേഴ്സ് അതിൻ്റെ റെക്കോർഡാണ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സിൻ്റെയും അക്വിസിഷൻ ഓർ ഡിസ്പോഷൻ ഓഫ് നോൺ പ്രൊഡ്യൂസ്ഡ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ അസറ്റും ഉണ്ട്. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന റെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റെക്കോർഡിനെ എന്ന് പറയുന്നത് FDI, FPI ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഫോർമുല ദ BOP ഷുഡ് ഐഡിയലി ബാലൻസ് ടു 0. BOP എപ്പോഴും ഐഡിയലി ബാലൻസ് 0 ആയിരിക്കും. കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് പ്ലസ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ബാലൻസ് ഇറഷൻ ആൻഡ് ഒമിഷൻ. ടൈപ്സ് ഓഫ് BOP സർപ്ലസും BOP ഡെഫിസിറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOP സർപ്ലസ് പറഞ്ഞാൽ ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഫ്രം എബ്രോഡ് എക്സീഡ് ദ ഔട്ട്ഫ്ലോനെക്കാട്ടിയും കൂടുതൽ, അങ്ങോട്ട് പോകുന്നതിനായിട്ട് കൂടുതൽ ഇങ്ങോട്ട് വരുന്നതിന് എന്ത് പറയുക കൂടുതലുണ്ടെങ്കിൽ അതിനെ സർപ്ലസ് എന്ന് പറയും. എന്നാൽ ഡെഫിസിറ്റ് എന്ന് പറയാം ഔട്ട്ഫ്ലോ കൂടുതലും ഇൻഫ്ലോ കുറവുള്ളതിന് എന്ത് പറയുക
ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി BOPയും BOTയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, BOT എന്ന് പറയുന്നത് മെഷർ ട്രേഡ് ഗുഡ്സ് ഓൺലി, ഇത് ഗുഡ്സ് മാത്രമാണ് BOTയിലുള്ളത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഗുഡ്സ് ഉണ്ട്, സർവീസ് ഉണ്ട്, ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. ഇനി ബാലൻസ് ഓഫ് ട്രേഡിൽ അതിൻ്റെ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഓഫ് ഗുഡ്സ് ആണ്. എന്നാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടാണ്. ബാലൻസ് റിക്വയർമെൻറ്റ്, നോ റിക്വയർഡ് ടു ബാലൻസ് ഓഫ് ട്രേഡിൽ എന്താവശ്യമില്ല, ബാലൻസ് ആവശ്യമില്ല. പക്ഷേ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താ, ഐഡിയലി ബാലൻസ് ആയിരിക്കും. ഡെഫിസിറ്റ് സർപ്ലസ്, ട്രേഡ് സർപ്ലസ്, ഡെഫിസിറ്റ് ബേസ്ഡ് ഓൺ ഗുഡ്സ് ട്രേഡ്, റിഫ്ലക്ട് ബോർഡർ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി അടുത്തതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും ടു മേജർ ഫോംസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടു മേജർ ഫോമാണ്. ഇത് കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റും ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡൈനാമിക്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. ആദ്യം FDI എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഫോറിൻ എൻറ്റിറ്റി ഡയറക്റ്റ്ലി ഇൻ ടു ബിസിനസ് ഓർ അസറ്റ് ഇൻ അനദർ കൺട്രി. ഒരു രാജ്യത്തിലുള്ള ആളുകൾ മറ്റൊരു രാജ്യത്ത് എന്ത് ചെയ്യാണ്, അസറ്റായിട്ട്, ബിസിനസ് അസറ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് എന്താ പറയുക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നൊരു അമേരിക്കക്കാരൻ ഇവിടെ വന്നിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് രണ്ട് തരമുണ്ട്. ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പുതിയൊരു ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം, ഫാക്ടറീസ്, ഓഫീസൊക്കെ ഉണ്ടാക്കുന്നതിന്. ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ് അക്വയർ ചെയ്യുക അല്ലെങ്കിൽ മേർജ് ചെയ്യുന്നതിന് എന്താ പറയുക, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്രീൻ ഫീൽഡ്, എന്നാൽ നിലവിലുള്ളത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ ബ്രൗൺ ഫീൽഡ് എന്ന് നമ്മൾ പറയും. എക്സാമ്പിൾ ഓഫ് FDI, എ കാർ മാനുഫാക്ചർ സെറ്റിംഗ് അപ്പ് ഫാക്ടറി ഇൻ എ ഫോറിൻ കൺട്രി. ഓക്കെ, ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി ഒരു ഫാക്ടറി സെറ്റ് ചെയ്യുന്നതിന് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പോസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊവൈഡ് ടെക്നോളജി ട്രാൻസ്ഫർ, മാനേജീരിയൽ എക്സ്പെർട്ടൈസ്, കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇൻക്രീസസ് എക്സ്പോർട്ട്. ഇതിൻ്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ റിസ്ക്, ഓവർ റിലയൻസ് ഓൺ ഫോറിൻ കമ്പനീസിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യേണ്ടി വരും. മേ ലീഡ്സ് ടു റീപാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ലിമിറ്റിംഗ് ഗെയിൻസ് ഫോർ ഹോസ്റ്റ് കൺട്രി. ആ ഹോസ്റ്റ് കൺട്രീസിന് അതിൽ നിന്ന് ഗെയിൻ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ഫോറിൻ കൺട്രീസ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ് സച്ച് ആസ് സ്റ്റോക്ക്, ബോണ്ട് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിലെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് എന്താ പറയുക, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓർ ഇൻഫ്ലുവൻസ് ഓവർ ദ ബിസിനസ്. ടൈപ്സ് ഓഫ് FPI: ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക്, ഇൻവെസ്റ്റ് ഇൻ ഡെപ്റ്റ് സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പർച്ചേസ് ഷെയർ ഓഫ് ഫോറിൻ കമ്പനീസ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അമേരിക്കയിലെ ആളുകൾ എന്ത് ചെയ്യാണ്, ഫോറിൻ കമ്പനി എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാണ്, ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് അഡീഷണൽ ക്യാപിറ്റൽ ഫോർ ഹോസ്റ്റ് കൺട്രീസ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ലഭ്യമാകും. അടുത്തൊരാൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ലഭ്യമാണ്. എൻഹാൻസ് മാർക്കറ്റ് ലിക്വിഡിറ്റി, ഡെവലപ്മെൻറ്റ് ഓഫ് ലോക്കൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ലിക്വിഡിറ്റി വർദ്ധിക്കും, അതേപോലെ ലോക്കൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യും. ബ്രിങ്സ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻഫ്ലോ ഉണ്ടാവും, അതേപോലെ സ്റ്റെബിലൈസ് ദ കറൻസി ഇൻ ദ ഷോർട്ട് റൺ. പക്ഷേ ഇതിൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത് ഹൈലി വൊളാറ്റൈൽ ആൻഡ് സെൻസിറ്റീവ് ടു ഗ്ലോബൽ എക്കണോമിക് ചേഞ്ചിനനുസരിച്ച് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ വളരെ വൊളാറ്റലായിട്ട് പെട്ടെന്ന് ചേഞ്ചുകൾ വരും, സെൻസിറ്റീവ്. അവിടെ ഒരു ചേഞ്ച് വന്നാൽ ഇവിടെയും ചേഞ്ച് വരുന്ന രീതിയിലേക്ക് മാറും. മേ ലീഡ് ടു സഡൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, പെട്ടെന്ന് ചിലപ്പോൾ ഒരു സഡൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രാജ്യം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തിരിച്ചെടുത്താൽ ഒരു പെട്ടെന്നുള്ള ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് control, provide investor control and influence over the company. Then foreign direct investment they provide investor control അതല്ല influence over the company. No control over the management of the company. Management of companyക്ക് കൺട്രോൾ ഉണ്ടാവില്ല. അതെന്തായിരിക്കും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും, സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഫോറിൻ ഡയറക്റ്റ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഷോർട്ട് ടേം ആൻഡ് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ളതായിരിക്കും. നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിസിക്കലായിട്ടുള്ള ഒരു അസറ്റിലായിരിക്കും, പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും കേസായിരിക്കും. പക്ഷേ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് അതായിരിക്കും ഫിസിക്കൽ അസറ്റല്ലായിരിക്കും, പക്ഷേ സ്റ്റോക്ക് ബോണ്ടിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഇത്രയാണ് ഈ മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കി.